ഇന്നലെ വൈകുന്നേരം വരുമ്പോൾ ഇല്ലേ ഒരു വലിയ കൊള്ളി കൊണ്ടതിനെ ഒറ്റൊരു കൊള്ളി വലിയ നീളത്തിലുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് അതിൽ നിന്നൊരു കഷ്ണം കൊള്ളി വെക്കാം. അപ്പോൾ കൊള്ളി വെക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ വെറും കൊള്ളിയല്ല വെക്കുന്നതിൽ കുറച്ച് കടലയും ഇടുന്നുണ്ട്. ഇനിയില്ല നമുക്ക് ഈ കൊള്ളിയും കടലയും വേവിക്കണം. അപ്പോൾ കൊള്ളി കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത് വേറെ വേവിക്കാൻ വെച്ചു. കടല ഒരു കുക്കറിലും വെച്ചു. അപ്പോൾ കടലക്കും കുറച്ച് ഉപ്പിട്ടു, കൊള്ളിക്കും കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ കടല ഒരു ഭാഗത്തുനിന്ന് വെന്തു, അതേപോലെ കൊള്ളിയും വെന്തു. അപ്പോൾ ഇത് വേഗം വേവുന്ന കൊള്ളി തന്നെ. ഇനിയില്ലേ ഈ കൊള്ളിയിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലയില്ലേ അത് ഇതിലേക്ക് ഇടണം. അപ്പോൾ കടല വേവിച്ച വെള്ളം കളയണ്ട, അതും കൂടെ ഇതിലേക്ക് തന്നെ കൂട്ടാൻ നോക്കിയിട്ട്. ഇങ്ങനെ കൊള്ളിയും കടലെല്ലാം വെക്കുമ്പോൾ ഇങ്ങനെ അധികം ഡ്രൈ ആയിക്കൂടാ, കുറച്ചൊരു നനവ് പോലെ വേണം. അപ്പോൾ ആ കടല വേവിച്ച വെള്ളവും കൂടെ അതിൽ ഒഴിക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് ഇത് അടച്ചു വെക്കാം. എന്താ പറയുക, ഈ കടലയും കൊള്ളിയെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തളിച്ചിട്ടാകുമ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. എന്താ പറയുക, ഇതിങ്ങനെ വല്ലാണ്ട് വറ്റിപ്പോന്ന്. അപ്പം അധികം ഇങ്ങനെ ഒരു വറ്റിയ പോലെ ആയാലും ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്കില്ലേ കുറച്ച് തേങ്ങ ചെറിയതിടണം. തേങ്ങയെല്ലാം പിന്നെ എത്ര വേണ്ടതെന്ന് വിചാരിച്ചാൽ അവനവൻ്റെ സൗകര്യം പോലെ ഇടാം. നല്ലോണം വേണമെങ്കിൽ നല്ലോണം ഇടാം, കുറച്ച് വേണം കുറച്ചിടാം. പിന്നെ വെളുത്തുള്ളിയിലെല്ലാം മണം ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൽ 2-3 അരി വെളുത്തുള്ളിയും ചേർച്ചിടാം ഈ തേങ്ങ ഇടുമ്പോൾ. തേങ്ങ ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കണം. അപ്പോൾ കൊള്ളിയും കടലയിലായി. ഇനിയില്ലേ വറുത്തിടണം. അപ്പോൾ ഈ കൊള്ളിക്കെല്ലാം വറുത്തിടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയൊന്നും അല്ല കേട്ടോ വറുക്കൽ. ചില ആൾ ഉള്ളി വറുക്കും, ചില ആൾ വെളുത്തുള്ളി വറുക്കും. അങ്ങനെ പല രീതിയിലും വറുത്തിടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ വറുത്തിടാം. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കടുവും കരിയാമ്പിലയും ഉണക്ക് വറക്കി ചതച്ചതും അത് 3ഉം കൂടിയാണ് വറുത്തിടുന്നത്. അപ്പോൾ വറുത്തിടുമ്പോൾ കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കണം. ഈ കൊള്ളിക്കും ചക്കക്കെല്ലാം എപ്പോഴും വറുത്തിടുമ്പോൾ എന്തായാലും കുറച്ച് നല്ലോണം എണ്ണ ഒഴിച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതങ്ങനെ നമ്മൾ അടിപൊളി വറുത്തിടലും കഴിഞ്ഞു. ഇനി ഇത് ഒന്നും കൂടെ നല്ലോണം ഇളക്കി മിക്സാക്കാം. ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഇല കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ കൊള്ളിയും ചക്കയെല്ലാം വെച്ചാലില്ല, അത് വാഴയില തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ പച്ചക്കൊള്ളിയും കടലയെല്ലാം? എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് വേഗം അഭിപ്രായം പറയണം കേട്ടോ.